ആതിര എന്റെ ഭാര്യയാണ്. ഇപ്പൊ എന്റെ ഭാര്യ മാത്രമല്ല, എന്റെ കുഞ്ഞിന്റെ അമ്മ കൂടിയാണ്. അതിലെല്ലാം ഉപരി ഞാൻ ആതിരെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും ഞാൻ ആതിരെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. എല്ലാരും കേട്ടല്ലോ. സന്ദീപിന്റെ തീരുമാനം ആതിരയോടൊപ്പം ജീവിക്കണം എന്നതായതുകൊണ്ട് ആതിര അകത്തേക്ക് കയറുക. നിൽക്ക്. അങ്ങനെ സന്ദീപ് ഇഷ്ടമാണെന്നും ഭാര്യയാണെന്നൊക്കെ പറയുമ്പോ വിളിച്ചകത്ത് കയറ്റാനൊന്നും പറ്റില്ല. ഈ വീട്ടിലേക്ക് കയറണമെങ്കിൽ അതിന് തീരുമാനം എടുക്കാൻ വേറെ ആളുകളുണ്ട്. സന്ദീപിന്റെ ഇഷ്ടം മാത്രം നോക്കിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഏട്ടത്തിയുടെ ദേഷ്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ആ ദേഷ്യത്തിന് പകരം തീർക്കേണ്ട സമയം ഇതല്ല. മറ്റാർക്കും എതിർപ്പില്ലാത്തൊരു കാര്യത്തിന് ഏട്ടത്തി ഇങ്ങനെ വാശി പിടിക്കരുത്. സച്ചിയോട് ആര് പറഞ്ഞു മറ്റാർക്കും എതിർപ്പില്ലാന്ന്? എന്റെ ദേഷ്യത്തിനും പകരം വീട്ടലിനും ഒരു പ്രസക്തിയില്ല. ഇവിടെ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല, അച്ഛനാ. ആതിരെ അകത്തേക്ക് വിളിക്കാൻ അച്ഛൻ പറയട്ടെ. സന്ദീപും ആതിരെ അർച്ചനയും കൂടെ ചേർന്ന് എന്റെ അനിയത്തിയോട് ചെയ്ത എല്ലാ തെറ്റുകളും പുറത്ത് ആതിരെ സ്വീകരിക്കാനായിട്ട് അച്ഛൻ പറയട്ടെ. ഇനി അച്ഛൻ അങ്ങനെ പറഞ്ഞാലും എന്റെ മനസ്സിൽ നിന്നൊന്നും പോവില്ല. കാരണം അത്രമാത്രം ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇവള്. നിങ്ങളുടെയൊക്കെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ പറയുന്നൊക്കെ മനസ്സിലായേനെ. ആതിരെ നിങ്ങൾ ഇവിടെ താമസിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയില് എല്ലാരും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങളെ വളർത്തിയതും നോക്കിയതും ഒക്കെ ഞാനാ. ഞാനിപ്പോ ഇത് പറഞ്ഞത് അവകാശവാദമായിട്ടല്ല, നിവൃത്തികേടായിട്ടാ. എന്റെ മക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള നിവൃത്തികേട്. അത് അങ്ങനെ തന്നെ എന്റെ മനസ്സിൽ വെച്ച് ഞാൻ പറയുന്നു. അച്ഛൻ എന്ത് വേണേലും തീരുമാനിക്കാം. ആ തീരുമാനത്തിനപ്പുറം അവന്തികയ്ക്ക് വേറൊരു വാക്കില്ല. ആരുമില്ലാത്ത എന്നെ ഇവിളെയും ചതിച്ച ഈ നിൽക്കുന്ന ആതിരെ ഇവിടെ കയറ്റി താമസിപ്പിക്കാനാണ് അച്ഛൻ പറയുന്നതെങ്കിൽ ഒരക്ഷരം മിണ്ടാതെ ആതിരെ ഞാൻ കൈപിടിച്ച് വീട്ടിലേക്ക് കയറ്റും. ഇതിനും അച്ഛന്റെ തീരുമാനമോ പ്രധാനം? അച്ഛാ, ഇന്നത്തോടെ ഇതിനൊരു അവസാനം ഉണ്ടാവണം. ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാ ഇതൊക്കെ സംഭവിച്ചത്. അതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും അച്ഛൻ എനിക്ക് തരാം. പക്ഷേ ദയവായി അച്ഛൻ മറുത്തൊരു തീരുമാനം എടുക്കരുത്. അതെ അച്ഛാ, ഇനി ഈ പ്രശ്നത്തെ വലിച്ചു നീട്ടണ്ട. സന്ദീപും പറഞ്ഞില്ലേ അവന്റെ ആഗ്രഹം എന്താണെന്ന്. അത് നമുക്ക് സാധിച്ചു കൊടുക്കാച്ച. അവര് നല്ലതുപോലെ ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചെയ്ത തെറ്റെല്ലാം മറന്ന് അച്ഛൻ സമ്മതിക്കണം. ഞാൻ ചെയ്ത തെറ്റ് അച്ഛന് പൊറുക്കാൻ പറ്റുന്നതായാലും അല്ലെങ്കിലും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് സന്ദീപോ ആതിരയോ. ഇനിയെങ്കിലും അവരെ അവരുടെ ജീവിതം തുടങ്ങാൻ അനുവദിച്ചൂടെ അച്ഛാ? ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും
അഭിപ്രായം പറയേണ്ടതും തീരുമാനമെടുക്കേണ്ടതും ഞാനാ. പക്ഷേ അങ്ങനെ ചില തീരുമാനങ്ങൾ ഞാൻ എടുക്കുമ്പോൾ അത് പലർക്കും ഇഷ്ടമായി എന്ന് വരില്ല. പലരുടെയും മനസ്സ് വേദനിച്ചൊന്നും ഇരിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഞാൻ എൻ്റെ മക്കളോടും മരുമക്കളോടും അഭിപ്രായം ചോദിക്കാറുണ്ട് പലപ്പോഴും. ഇത് ഞാൻ അങ്ങനെ അഭിപ്രായം ചോദിക്കുമല്ല, ഇഷ്ടത്തിന് വിടുകയാണ്. എന്നോട് അനുവാദം ചോദിക്കാൻ അവന്തിക പറഞ്ഞെങ്കിലും ഇവിടെ എൻ്റെ തീരുമാനത്തേക്കാൾ പ്രസക്തി അവന്തികയുടെ ഇഷ്ടങ്ങൾക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു വലിയ പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിച്ചത് അനഘയാണ്, അതുവഴി അവന്തികയും. ഇനിയും ഞാനൊരു തീരുമാനമെടുത്ത് അവരെ രണ്ടുപേരെയും വീണ്ടും കണ്ണീരിലാഴ്ത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഇതിലെന്തും തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അവന്തികയ്ക്കും അനഘയ്ക്കുമാണ്. ഈ ഒരു പ്രശ്നത്തിൽ അവരുടെ തീരുമാനമാണ് നടപ്പിലാകേണ്ടത്. എടുത്തി, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി ഈ വിദ്വേഷമൊക്കെ മറന്ന് അവരെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിച്ചൂടെ? ഇല്ല, ഇതെന്റെ വിദ്വേഷത്തിന്റെ കാര്യമൊന്നുമല്ല, ഈ കുടുംബത്തിന്റെ കാര്യ. ഞങ്ങളെ ഒന്നാകെ ചതിച്ചതിന്റെ കാര്യം. ഞങ്ങളെ ചതിക്കാനും അതിന് കൂട്ടുനിൽക്കാൻ ഓരോരുത്തരും എടുക്ക് കാണിച്ചപ്പോഴും ആ ചതിയിൽ ആരുടെയൊക്കെ കണ്ണു നിറയുന്നു നിങ്ങൾ ആരും മനസ്സിലാക്കിയില്ല. അതിനുള്ള ശിക്ഷ ഇതൊക്കെ. അതുകൊണ്ട് നീ തന്നെ നിന്റെ അനിയത്തെ പറഞ്ഞു വിട്ടേക്കണം. എടുത്തി, ഞാൻ പറയുന്ന ചേച്ചി, എനിക്ക് വേണ്ടി ഇനിയും ചേച്ചി അവരുടെ മുന്നിൽ താഴരുത്. അങ്ങനെ ആരുടെയും കാല് പിടിച്ച് എനിക്ക് വീട്ടിൽ കയറാനും താല്പര്യമില്ല. ഞാൻ വന്നത് സന്ദീപിനെ കാണാനാ, ഉള്ളിൽ എന്താണെന്ന് അറിയാനാ. അത് സന്ദീപ് തന്നെ എല്ലാവരുടെ മുന്നിലും പറഞ്ഞു കഴിഞ്ഞു. സന്ദീപേ, ഞാനിവിടുന്ന് ഇറങ്ങാം. നിനക്ക് എന്നോടൊപ്പം ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം വരാം. എന്റെയോ നിന്റെയോ വീട്ടില് നമ്മളെ കേട്ടില്ലെങ്കിലും സാരമില്ല, നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. നിനക്ക് താല്പര്യമാണെങ്കിൽ എന്റെ കൂടെ ഇറങ്ങാം. അങ്ങനെ അവന്റെ താല്പര്യം നിങ്ങളോട് എനിക്കൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ സംസാരിക്കുന്നതും കൂടെ വരാൻ വിളിക്കുന്നതും എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവിനെയാ. നിങ്ങൾ വലിയ ആളാണെന്നും നിങ്ങൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാ. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് ചുരുക്കി പറയാം. എന്റെ സന്ദീപിന്റെ കുടുംബകാര്യത്തിൽ നിങ്ങൾ തലയിടണ്ട എന്ന്. സന്ദീപേ, ഞാൻ ഇറങ്ങാം. ആതിരെ, ഞാനും നീ സ്നേഹിച്ചതും വിവാഹം കഴിച്ചതും ഒരുമിച്ച് ജീവിക്കണമെന്ന ആഗ്രഹത്തോടെയാണ്. ആ ആഗ്രഹം നമുക്ക് ഇപ്പോഴും ഉണ്ട്. അത് ഈ വീട്ടിൽ തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് നിന്നോടൊപ്പം ഞാനും വരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദം വാങ്ങി ഒന്നിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അതൊരിക്കലും നടക്കില്ലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട്
നിങ്ങൾക്കിടയിൽ ഒരു ശല്യമായി ഇനിയും തുടരാതെ ഞങ്ങൾ ഇറങ്ങുവാണ്. ഇതിനെല്ലാം കാരണക്കാരിയെന്ന് പറയുന്ന ആള് ഞാനല്ലേ? അപ്പോ എനിക്കിവിടെ തുടരാൻ അനുവാദമില്ല. എന്റെ അനിയത്തിക്ക് സ്ഥാനമില്ലാത്ത വീട്ടിൽ നിന്നും എല്ലാവരുടെയും മനസ്സിൽ നിന്നും ഞാനും ഇറങ്ങുമോ? ഈ വിഷയത്തിൽ സന്ദീപ് എടുത്ത തീരുമാനം തന്നെ എന്റെയും. ഞാനും അർച്ചനെ ഒരുമിച്ച് ജീവിക്കാനല്ല ഞങ്ങളെ വിവാഹം കഴിപ്പിച്ചത്. അപ്പോ എന്റെ ഭാര്യ ഉള്ളിടത്ത് വേണമല്ലോ ഞാനും ഉണ്ടാവേണ്ടത്. അർച്ചന ചെയ്ത തെറ്റിന് പ്രായച്ചിത്തമായി ഞാനും ഇറങ്ങുകയാണ്. ഏട്ടാ, എന്നെയും കൂടി നിങ്ങളിവിടുന്ന് കൊണ്ടുപോവോ? എനിക്ക് നിങ്ങൾ താമസിക്കുന്നിടത്ത് താമസിച്ചാൽ മതി. സ്നേഹേ, ഏട്ടത്തി എന്നോട് ദേഷ്യപ്പെടില്ല. അർച്ചനടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ ഞാനും കൂടെ പോവും. അച്ഛൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതെല്ലാം ഇവിടെ കൊണ്ട് നിർത്തണോ അതോ പരസ്പരം വഴക്കടിച്ച് പിരിയണോന്ന്? കുറച്ചു നേരം കൂടി അച്ഛൻ്റെ വിളിയും കാത്ത് ഞങ്ങൾ ഈ മുറ്റത്ത് തന്നെ ഉണ്ടാവും. അപ്പോഴും അച്ഛൻ്റെ തീരുമാനം ഈ മൗനമാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകും. വാടാ.
മതി, ഇത്രയും മതി. നമ്മൾ പുറത്താക്കാതെ തന്നെ എല്ലാം ഓരോന്നോരോന്നായിട്ട് സ്വയം പുറത്തു പോയല്ലോ. ഇനി ഒരിക്കലും തിരിച്ചു കയറാത്ത രീതിയിൽ സേതുമാധവന്റെ മനസ്സിൽ വിഷം കുത്തിവെക്കണം. പടി അടച്ചു, ഇനി പിണ്ടം വെക്കണോന്നർത്ഥം. ചേച്ചിക്കെന്താ ഇത്രയൊക്കെ ഒരു സന്തോഷമില്ലാത്ത? ഞാനൊരു കാര്യം പറയട്ടെ, നീ ചിന്തിക്കുന്ന പോലെയും പറയുന്നത് പോലെയും ഒന്നും നടക്കാൻ പോകുന്നില്ല. അവരാരും ഇവിടം വിട്ട് എവിടെയും പോകുന്നില്ല. പോയി എന്ന് കരുതുന്നവരൊക്കെ 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ ഉണ്ടാവും, ആതിര ഉൾപ്പെടെ. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? അവളെ ഈ വീട്ടിൽ കയറ്റാനോ? അതും നമ്മളിവിടെ ഉള്ളപ്പോ? എങ്കിൽ അനഘ ഈ വീട്ടിലുണ്ടാവില്ല, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. എങ്കിൽ നീ പോകുന്നതാ നല്ലത്. എടി, നിനക്ക് തോന്നുന്നുണ്ടോ മക്കളെല്ലാം ഇങ്ങനെ പുറത്ത് മഴയും കൊണ്ട് നിൽക്കുമ്പോ സേതുമാധവന് സമാധാനം കിട്ടുമെന്ന്? ഇല്ല. സേതുമാധവൻ ഇപ്പൊ കൂലങ്കുഷമായി ചിന്തിക്കുന്നുണ്ടാവും, എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതെ. എനിക്കറിയാം ആ ആലോചന ചെന്നെത്താൻ പോകുന്നത് എവിടെയാണെന്ന്. ചേച്ചി അർച്ചനെ കൊണ്ടെന്നെ പൊറുതി മുട്ടി ഇവിടെ. അപ്പൊ ആദരയും കൂടി കെട്ടിയെടുത്താ എന്താ സംഭവിക്കാന്നും നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റിയില്ലെന്ന് വരും. അത് നിന്റെ മറ്റൊരു തോന്നലാ. എല്ലാവരും കൂടി അകത്ത് കയറിയിട്ട് വേണം ഇനി ഒന്നേ അവന്തികയ്ക്ക് കളി തുടങ്ങാൻ. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നേ? ഉദ്ദേശമല്ല, ഇപ്പൊ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ താഴേക്ക് ചെല്ലുമ്പോ സേതുമാധവൻ അവരെ തിരിച്ചു വിളിച്ചൂടെന്ന് എന്നോട് ചോദിക്കും. ആദ്യം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഞാൻ സേതുമാധവന്റെ വിഷമം കണ്ട് അലിഞ്ഞ് അവസാനം നിവർത്തിയില്ലാത്ത പോലങ്ങ് സമ്മതിച്ചു കൊടുക്കും. ഞാൻ സ്കോർ ചെയ്യും. ഞാൻ സമ്മതിച്ചു എന്ന് പറയുമ്പോ വെറും ഒരു സമ്മതമല്ല, അർച്ചനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സമ്മതം. അതോടെ സേതുമാധവന്റെ മനസ്സിൽ ഒരു പടിക്ക് മുകളിലല്ല അവന്തികയുടെ സ്ഥാനം, ഒരുപാട് പടിക്ക് മുകളിലാ. ഇനി സേതുമാധവൻ അങ്ങനെയൊന്നും ചേച്ചിയോട് ആവശ്യപ്പെട്ടില്ലെങ്കിൽ അവര് വേണ്ടാന്ന് തന്നെ അയാളും തീരുമാനിച്ച? അപ്പൊ അവരെ അകത്തേക്ക് വിളിക്കാ അച്ഛാന്ന് ഞാൻ പറയും. എന്തിന്? അപ്പൊ ഇങ്ങനെ ചേച്ചി പറഞ്ഞ പ്ലാൻ വർക്ക്ഔട്ട് ആവും? എന്റെ പ്ലാനൊക്കെ വർക്കൗട്ട് ആവണമെങ്കിൽ എല്ലാവരും ഈ വീട്ടിൽ തന്നെ വേണം. നിന്റെ പേടി എന്താന്ന് എനിക്കറിയാം. ആ ആതിര സന്ദീപിന്റെ കുഞ്ഞിനെ പ്രസവിക്കുമെന്നല്ലേ? എന്നാ ആ പേടി വേണ്ട. അർച്ചനെ ആതിര ഒരിക്കലും പ്രസവിക്കാൻ പോകുന്നില്ല. അർച്ചന പ്രസവിക്കില്ല എന്നുള്ളത് ഈശ്വരന്റെ തീരുമാനമാണെങ്കിൽ ആതിര പ്രസവിക്കില്ല എന്നുള്ളത് ഈ അവന്തികയുടെ തീരുമാനമാണ്. 10 മാസം ചുമന്ന് പ്രസവിക്കാനേ പാടുള്ളൂ, അത് നശിപ്പിക്കാൻ ഒരു പാടുമില്ല. ചേച്ചി, ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ അവസരം അവരെ പുറത്താക്കാൻ. ഇത് നഷ്ടപ്പെടുത്തുന്നത് നല്ലപോലെ ആലോചിച്ചിട്ട് വേണം. ആലോചിക്കാനൊന്നുമില്ല. നമ്മൾ വേണ്ടെന്ന് വാശി പിടിച്ച സേതുമാധവന് നമ്മളോടൊരു സംശയം തോന്നിയെന്ന് വരും. ഒരു തരത്തിലൊരു സംശയത്തിനും ഇട കൊടുക്കരുത്. കാരണം സേതുമാധവന്റെ മനസ്സിൽ അർച്ചന എന്ന വിഗ്രഹം വീണുടഞ്ഞു കഴിഞ്ഞു. ആ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് അവന്തികയാ. ഇനി സേതുമാധവന്റെ മുന്നിൽ പോലും അർച്ചനെ കാണാനില്ലാത്ത രീതിയിൽ അവന്തിക മാറ്റിയെടുക്കും കാര്യങ്ങൾ. എല്ലാം ചേച്ചി തീരുമാനിക്കുന്ന പോലെ നടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ താമസിക്കുന്ന എന്തിനാ? കുറച്ചുകൂടെ നനയട്ടെ, നനഞ്ഞു കുതിർന്നൊന്ന് പരുവപ്പെടട്ടെ. എന്റെ ഇഷ്ടത്തിന് കുഴയ്ക്കാൻ പാകത്തിനാവുമ്പോ താഴേക്ക് ചെല്ലാം. മാത്രമല്ല, എല്ലാവരുടെ ഈ വീട്ടിലേക്കുള്ള 2ാം വരവ് നനഞ്ഞു ശുദ്ധീകരിച്ചാവട്ടെ.
മോളെ മോളെ അത് അച്ഛൻ എന്നോട് പറയാനുള്ള കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് വേണ്ടച്ചാ. എന്നെ അനഘയും വാശിയോട് തോൽപ്പിക്കാന്ന് കരുതിയിട്ടാ അവരൊറ്റക്കെട്ടായി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. എനിക്കെതിർപ്പ് ആതിരയോട് മാത്രം. ആതിര ഇവിടെ താമസിക്കുന്നതിനോട്. അതിപ്പം സ്നേഹയടക്കം ഇവിടെ ഉള്ളവര് പുറത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് അവരുടെ അച്ഛനെ കൂടെ തോൽപ്പിക്കാനാണെന്ന് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ആരുടെയും തെറ്റല്ലല്ലോ.